അവസ്ഥയിൽ ഇപ്പോൾ കോവിഡ് ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന മനുഷ്യർക്കെല്ലാം ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വന്നു. അമേരിക്കയിൽ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ വേണ്ടി വന്നില്ല. അപ്പം നമ്മൾ പൈസ അടിച്ചിറക്കിയല്ല കോവിഡിനെ നേരിട്ടത്. ഇന്ത്യ ആയതുകൊണ്ട് ആരും വലിയ മൈൻഡ് ചെയ്തില്ല. ഇന്ത്യ മറ്റേത് എന്താണ്, ഇന്ത്യക്കൊരു വിലയില്ലല്ലോ, ഇന്ത്യക്കാർക്ക് തന്നെ ഒരു വിലയില്ല. പക്ഷെ നമ്മളെങ്ങനെ കോവിഡിനെ നേരിട്ട്? അന്ന് കോവിഡിനെ ഇന്ത്യ നിലനിർത്തിയ പ്രധാന കാര്യം ഈ പഠിച്ചിറക്കിയല്ല. ഇന്ത്യ നേരിട്ടത് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വില ഗണ്യമായിട്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞപ്പോൾ ആ കുറവ് ഇങ്ങോട്ട് കൈമാറിയില്ല. എന്നിട്ട് എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്തുകയും ചെയ്തു. എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ വ്യത്യാസമില്ല. മനസ്സിലായില്ല? ആ കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതേ വില നിലനിർത്തി. നമ്മൾ അറിയുന്നില്ല. നമ്മൾ പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാടാ ഇത് കുറഞ്ഞല്ലോ, എനിക്ക് കുറഞ്ഞു കിട്ടുന്നില്ലല്ലോ, അതേ വില നിൽക്കുന്നല്ലോ. അതേ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറഞ്ഞ വിലയ്ക്കും പഴയ വിലയ്ക്കും ഇടയ്ക്കുള്ള പൈസ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ഗവൺമെൻറ് അത് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പിൻവലിച്ച്. അപ്പോൾ ആ ഡ്യൂട്ടി വെച്ചപ്പോൾ ആ ഡ്യൂട്ടിയുടെ മേളിൽ വാറ്റ് കേരളത്തിന് കിട്ടി, മറ്റ് സംസ്ഥാനങ്ങൾക്കും കിട്ടി. അതുകൊണ്ട് അവരും ഹാപ്പിയായിരുന്നു. അങ്ങനെയാണ് അത് ടൈഡ് ഓവർ. അത് അന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാനും ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പെട്രോൾ വില, ഇതാണ് സംഗതി. മുരളീധരൻ പറഞ്ഞ വില കുറഞ്ഞതിൻ്റെ കൂടുതലാണെന്ന് കുറഞ്ഞ്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഇയാൾ എന്തോ ടെസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് വരിക. ആക്ച്വലി ഇതൊന്നും ആരെയും ശ്രദ്ധിക്കില്ല. അത് എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ പട്ടി എന്ന് പറയുന്നതിന് പകരം കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് ട്രോളാക്കുന്ന ലെവലാണ്. സംഗതി ഇതാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ വില കുറഞ്ഞു. ആ കുറവ് ഇങ്ങോട്ട് കൈമാറാതെ ആ കുറവ് വരുന്ന തുക അതേ തുക തന്നെ വരാനായിട്ട് അത് ഡ്യൂട്ടി ആക്കുന്നത്. ആ ഡ്യൂട്ടി വെച്ച് ഡീൽ ചെയ്തു. അത് നമ്മൾ ചരിത്രപരമായിട്ടൊരു 10 വർഷം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ദാറ്റ് വാസ് എ ബ്രില്യൻ മൂവ് യാർ എന്ന് പറയും. പക്ഷേ ആ സമയത്ത് അത് കടന്നു പോകുമ്പോൾ ആളുകൾ ട്രോളും അറഞ്ഞം പുറഞ്ഞും വിമർശനമൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ എണ്ണയെക്കുറിച്ചും എണ്ണ വിലയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.